സായ് പല്ലവി നായികയായ ഫിദ എന്ന സിനിമ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകുമല്ലേ. ചിത്രത്തിൽ സായ് പല്ലവിയുടെ ചേച്ചിയായി വേഷമിട്ട് ശ്രദ്ധ നേടിയ നടിയാണ് ശരണ്യ പ്രദീപ്. താരത്തിന്റെ അംബാജിപ്പേട്ട് മാരേജ് ബ്രാൻഡ് എന്ന പുതിയ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രംഗത്തിൽ താരം നഗ്നയായി അഭിനയിച്ചിട്ടുണ്ട്. ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു രംഗം തനിക്ക് ചെയ്യാൻ മടിയായിരുന്നുവെന്നും ഭർത്താവായ പ്രദീപ് മങ്കുവാണ് ധൈര്യം തന്നതെന്നും പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിന്നതെന്നും ശരണ്യ തുറന്നു പറഞ്ഞത് അതിനേക്കാൾ വിവാദമായി. ഇപ്പോഴിതാ ആ സീൻ ചിത്രീകരിക്കുമ്പോഴുണ്ടായ അനുഭവം വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് ശരണ്യ പ്രദീപ്. ആ സീനിൽ അഭിനയിക്കാൻ പേടി തോന്നിയിരുന്നുവെന്നും ഭർത്താവാണ് ധൈര്യം നൽകിയതെന്നും ശരണ്യ വെളിപ്പെടുത്തി. ഇതോടെ വിവാദം ഒന്നുകൂടി ആളിപ്പടർന്നു. ശരണ്യയുടെ വാക്കുകൾ ഇങ്ങനെ: സംവിധായകൻ ഈ സീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പേടി തോന്നിയിരുന്നു. ഇത്തരം സീനിൽ മുൻപ് അഭിനയിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഭർത്താവാണ് എന്റെ ഭയം മാറ്റി പിന്തുണ നൽകിയത്. വളരെ ശക്തമായ കഥാപാത്രമാണ്. അതിനാൽ ധീരമായി തന്നെ ചെയ്യാൻ ഭർത്താവ് ഊർജം നൽകി. സിനിമയുടെ യൂണിറ്റും വലിയ പിന്തുണ നൽകിയിരുന്നു. 5 പേർ മാത്രമായിരുന്നു ആ സീൻ ചിത്രീകരിക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത്. DVP, സംവിധായകൻ, കോസ്റ്റ്യൂം ഡിസൈനർ, അസിസ്റ്റന്റ്, പിന്നൊരാളും കൂടെ. വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ. ആ സീൻ വളരെ നന്നായി വന്നത് അവരുടെ സഹകരണം കൊണ്ടാണെന്ന് ശരണ്യ പറഞ്ഞു. BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് MScക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന ശരണ്യ പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ് ലോക്കറ്റ് ചാനലുകളിൽ വാർത്താ അവതാരകയായി പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നത്. ശരണ്യയുടെ സ്മാർട്ട്നെസ് കണ്ട V6 എന്ന ന്യൂസ് ചാനലിന്റെ MD തന്നെയാണ് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഒരു തമാശയ്ക്ക് തുടങ്ങിയ മീഡിയ ജീവിതം ശരണ്യയെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു. 8 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഫിദ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ശരണ്യ സിനിമയിൽ സായ് പല്ലവി അവതരിപ്പിച്ച നായിക കഥാപാത്രത്തിന്റെ മൂത്ത സഹോദരിയായാണ് അഭിനയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ശരണ്യയെ തേടിയെത്തിയ വേഷങ്ങൾ അധികവും കൂട്ടുകാരി, സഹോദരി, വേലക്കാരി, അമ്മ വേഷങ്ങളായിരുന്നു. അതിലൊന്നും ശരണ്യയ്ക്ക് പരാതിയും പരിഭവവും ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന കഥാപാത്രം എന്തായാലും അത് നന്നായി എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിലായിരുന്നു ശരണ്യയ്ക്ക് സന്തോഷം. ഭാമകലാപം എന്ന ചിത്രത്തിൽ പ്രിയാമണിക്കൊപ്പം ഉപനായികയായി ശരണ്യ അഭിനയിച്ചിരുന്നു. അതിനാടകീയതയും അമിതാഭിനയവും പ്രാധാന്യം നൽകുന്ന തെലുങ്ക് സിനിമയിൽ സ്വാഭാവികതയുള്ള അഭിനയ രീതിയും മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഡയലോഗ് ഡെലിവറിയും ശരണ്യയെ മറ്റൊരു തരത്തിൽ ശ്രദ്ധേയയാക്കി. എന്നാൽ നായകനും നായികയും അരങ്ങുവാഴുന്ന തെലുങ്ക് പടങ്ങളിൽ എത്ര നന്നായി അഭിനയിച്ചിട്ടും ശരണ്യയ്ക്ക് മുൻനിരയിലേക്ക് ഉയർന്നു വരാനായില്ല. ഈ ഘട്ടത്തിലാണ് തീരെ പ്രതീക്ഷിക്കാതെ നായികയോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു വേഷം വരുന്നത്. അംബാജിപ്പേട്ട മാരേജ് ബ്രാൻഡ് എന്ന സിനിമയിലും പതിവ് പോലെ സഹോദരി വേഷമാണ് ശരണ്യയ്ക്കുള്ളത്. എന്നാൽ അതിലൊരു വ്യത്യസ്തതയുണ്ട്. നായിക ശിവാനി നഗരത്തിന്റെ ഇരട്ട സഹോദരിയായി സിനിമയിൽ ആദ്യന്തം പ്രധാനമുള്ള വേഷമാണ് ലഭിച്ചത്. ഈ സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ശരണ്യയെ ഞെട്ടിച്ച ഒരു കഥാസന്ദർഭത്തെക്കുറിച്ച് സംവിധായകൻ പറയുന്നത്. നഗ്നയായി അഭിനയിക്കുന്നതിലുള്ള വിസമ്മതം അവൾ അറിയിച്ചെങ്കിലും കഥയിൽ നിന്നും നിർണായക പ്രാധാന്യമുള്ള ആ രംഗം ഒഴിവാക്കാൻ കഴിയാതെ വന്നു. ഈ ഘട്ടത്തിൽ മാനസികമായി വിഷമിച്ച ശരണ്യയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് ഭർത്താവ് പ്രദീപ് മങ്കു മുന്നോട്ട് വരികയായിരുന്നു. സുഹാസ് നായകനായ സിനിമയുടെ സംവിധാനവും തിരക്കഥയും ദുഷ്യന്ത് കുട്ടിക്കനേനിയാണ്. ശിവാനി നാഗറാം, ഗോപരാജു രമണ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. നിരൂപക പ്രശംസയും ചിത്രം നേടുന്നുണ്ട്. ജാതിയെക്കുറിച്ചാണ് സിനിമ ചർച്ച ചെയ്യുന്നത്.